ബുധനാഴ്ച രാവിലെ 9:15 സംഭവം. വളാഞ്ചേരി കഞ്ഞിപ്പുരയിലാണ് ബസ് ഡ്രൈവറെ ഒരു സംഘം ആളുകൾ ചേർന്ന് കാൽ ചവിട്ടിയൊടിച്ചതായി പരാതിയുണ്ടായിരുന്നത്. വളാഞ്ചേരി തിരൂർ റോഡിലോടുന്ന റോസ് എന്ന ബസ്സിലെ ഡ്രൈവർ കടുങ്ങാത്തുകുണ്ട് സ്വദേശി അനസിനാണ് പരിക്കേറ്റത്. ബസിന്റെ പിറകുവശം സ്വകാര്യ വ്യക്തിയുടെ കാറിൽ തട്ടിയെന്നാരോപിച്ചായിരുന്നു ആക്രമണം നടന്നത്. ഇയാളും ബസ് തൊഴിലാളികളും വിഷയം പറഞ്ഞു തീർക്കുന്നതിനിടയിൽ അവിടെ കൂടിയ ഒരു കൂട്ടം ആളുകൾ ചേർന്ന് ഡ്രൈവറെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നുവെന്നാണ് പരാതി. ഞാൻ വളാഞ്ചേരിയിൽ നിന്ന് തിരൂർക്ക് പോകുമ്പോൾ കഞ്ഞിപ്പര അങ്ങാടിയിൽ നിന്ന് ആണ്ട് പോകുന്ന സമയത്ത് ആ ചോറ്റൂർ റോട്ടിൽ നിന്ന് ഒരു കാറാരം കയറി. അപ്പോൾ ആ കാറാരോട് ചോട്ടിയെടുത്ത് ഞാൻ കെട്ടത് കയറി. അപ്പോൾ ബസ് സ്റ്റോപ്പിലേക്ക് നിർത്താൻ സമയത്ത് സ്കൂൾ കുട്ടികൾ മുന്നിൽ നിന്നപ്പോൾ ഞാൻ വണ്ടി റൈറ്റ് ഓടിച്ചു. അപ്പം മൂട് ചെറുതായിട്ട് കാറുമ്മ തട്ടി. അങ്ങനെ കണ്ടക്ടർ സംസാരിക്കുകയായിരുന്നു. കണ്ടക്ടർ സംസാരിക്കുന്നതിനിടയിൽ തീരുമാനമായപ്പോൾ ഞാൻ തീരുമാനമാവണില്ല. അപ്പോൾ ഞാൻ ചെന്ന് ചോദിച്ചു എന്തെങ്കിലും കേസാക്കാന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ നിന്നിരുന്ന കാറിലെ ഡ്രൈവറും ഓർഷ അവിടെ അങ്ങാടിയിലുണ്ടായ ഓർഷ ഡ്രൈവറാണ്. ഓരൊക്കെ പാടി നിന്ന് പിടിച്ചുന്തി തച്ചി കാൽമ ചോട്ടി കാലിൻ്റെ പാടൊക്കെ പൊട്ടുണ്ട്. നമ്മളൊരു തൊഴിലാളിയാണ്. നമ്മൾ ഈ വട്ടപ്പാറത്തെ ബ്ലോക്കും കഴിഞ്ഞാണ്ട് എത്തുമ്പോൾ സമയം കഴിയാൻ നമ്മളെ ജീവിതമാർഗത്തിന് വരുന്ന ആൾക്കാരാണ്. പക്ഷെ ആൾക്കാരെ തല്ലുകൊള്ളാൻ വേണ്ടി വരുന്നവരല്ല. സ്വകാര്യ ബസ്സുകൾക്കെതിരെയുള്ള ആക്രമണത്തിൽ പ്രതിഷേധിച്ച് വളാഞ്ചേരി തിരൂർ റോഡിൽ 2 മണി മുതൽ മിന്നൽ പണിമുടക്കിന് സംയുക്ത തൊഴിലാളി യൂണിയൻ ആഹ്വാനം ചെയ്തിരുന്നു. അതേസമയം ബസ് ഡ്രൈവറുടെ പരാതി വസ്തുതാവിരുദ്ധവും വ്യാജവുമാണെന്ന് സംഭവസ്ഥലത്തുണ്ടായിരുന്ന നാട്ടുകാരനും ബസ് തട്ടിയ കാറിലെ ഡ്രൈവറും പറഞ്ഞു. ബസ് വരുന്നുണ്ട് സ്വാഭാവികമായിട്ട് നമ്മൾ റോഡ് കയറുന്നതിന് മുമ്പ് വണ്ടി നിർത്തി ബസ് ഇങ്ങനെ മുന്നിൽ പോകുന്ന ഡ്രൈവറിനെ കാണുന്നുണ്ട്. മുന്നിൽ കൂടെ പാസ് ചെയ്ത് അവിടെ നിർത്തിയപ്പോൾ ഞാൻ ഓണടിച്ചപ്പോൾ ഒന്നും കൂടെ കയറ്റിയിട്ട് കരിക്കൊക്കെ ചാരിയിൽ ഒരു മൂടിൻ്റെ വണ്ടിൻ്റെ ഹെഡ്ലൈറ്റും കൂടെ വന്ന് പൊട്ടിച്ചെടുത്ത് പോയി. അപ്പോൾ ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങി, കണ്ടക്ടർ വണ്ടിയിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് എന്നോട് പറഞ്ഞു നിങ്ങളുടെ നമ്പർ എന്താണ് നമുക്ക് വിളിക്കാമെന്ന് പറഞ്ഞു. അപ്പം നിങ്ങൾ വിളിക്കണമെങ്കിൽ ഇപ്പോൾ പറഞ്ഞത് എന്തായാലും നമുക്ക് വർഷം പോയിട്ട് തീരുമാനമാക്കി തന്നാലെന്ന്. അപ്പോൾ അതിപ്പോഴൊന്നും കുഴപ്പമില്ല. ഞാൻ വളരെ മാന്യമായി സംസാരിച്ചു. അത് കഴിഞ്ഞിട്ട് ഡ്രൈവർ ഇറങ്ങി വന്നിട്ട് വളരെ മോശമായിട്ട് സംസാരിച്ചു, വളരെ റൂഡായിട്ട് സംസാരിച്ചു. എന്നോട് സംസാരിച്ച്, അതുപോലെ തന്നെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു അവരോട് സംസാരിച്ചു. അങ്ങനെ തന്നെ പിന്നെ അങ്ങനെ എന്ത് ചെയ്തു, എനിക്ക് നേരാക്കി തരില്ല, നിങ്ങൾ ചെയ്യാൻ പറ്റുന്ന ചെയ്താളെന്ന് പറഞ്ഞിട്ട് ഭയങ്കര റോങ്ങായി പിടിച്ച് തള്ളുകയൊക്കെ ചെയ്തു. തള്ളിയിലാണ് എൻ്റെ കൈ ബസ്സിന് തട്ടിയിട്ടാണ് കൈ മുറിയായിട്ടുള്ളത്. അതുപോലെ ഇവിടെ സ്ക്രാച്ച് വന്നിട്ടുള്ളത്. ഇത് കണ്ടിട്ട് ഞാൻ ഇതിലേക്ക് ചെല്ലാണ്. ഞാൻ ബസ്സിലുള്ള ആളോ കാറിൽ ഇവന്റെ കൂടെ ഉള്ള ആളല്ല. ഞാൻ ആ നാട്ടുകാരനാണ്. ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് മീൻ വാങ്ങാനായിട്ട് വീട്ടിൽ നിന്ന് വന്നതാണ്. ഞാൻ ചെന്നൈയിലാണ് വർക്ക് ചെയ്യുന്നത്. എന്നോട് ദേഷ്യം പിടിച്ചിട്ട് എന്റെ കോളർ പിടിച്ച് എന്റെ ഷർട്ടെല്ലാം കീറി വലിച്ചു കീറുക, എന്നെ ഇവിടെ അടിച്ച്. ഇവനും എല്ലാം കള്ളും കഞ്ചാവും പിടിച്ചിട്ടാണോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. ബസ് ഓടിക്കണത് നിങ്ങൾ കാല് ചോട്ടി മുറിച്ചെന്നാ പറയുന്നത്. ഇവിടെ വന്നതിന്റെ ശേഷം എന്റെ സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ആള് ബൈക്കിൽ വരും. ഈ കാല് മുറിഞ്ഞ ആളെങ്ങനെ ബൈക്കിൽ വരുന്നതാണ് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. അവർക്ക് എന്തെങ്കിലും അശാന്ത പ്രശ്നത്തിന് ശേഷം നമ്മളെ ഗോഡൌൺ നടന്നു പോണ വീഡിയോ ഉണ്ട്. സംഭവത്തിൽ വളാഞ്ചേരി പോലീസ് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ, വളാഞ്ചേരി. Kavita Gold and Diamonds. Choose your special.